വെൽക്കം എവരി വൺ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് സ്പീഡ് എന്താണെന്ന് നോക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് ടൈം, or speed is the rate of distance traveled by a particle. So speed is equal to distance traveled by a particle in unit time. So speed is equal to distance traveled divided by time taken. മനസ്സിലായല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡിസ്റ്റൻസ് എങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാ? ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഈസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ അല്ലേ? ഇനി സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പഠിച്ചത്? മീറ്റർ ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ് അല്ലേ? സോ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് സ്പീഡ്? ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദി യൂണിറ്റ് ഓഫ് സ്പീഡ്. മനസ്സിലായല്ലോ? ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഡയമെൻഷൻ? സ്പീഡിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. സ്പീഡിന്റെ ഡയമെൻഷൻ എന്താണെന്ന് പഠിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്തുവാ? എൽ ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ എന്തുവാ? ടി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ടി റേസ് ടു -1. അങ്ങനെയാണ് എമ്മിന്റെ പവർ എത്ര? എം റേസ് ടു 0 എൽ t raised to -1. Dimension of speed is m raised to 0 L t raised to -1. അല്ലേ? And speed is always positive. Speed cannot be negative. Speed എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് is always positive എന്ന് നമ്മൾ പഠിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് സ്പീഡ്. Average speed is the ratio of total distance traveled by a particle to the total time taken. അതായത് ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് തന്നെ രണ്ട് രീതിയിൽ ചോദിക്കും. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും ഡയറക്റ്റ് തന്നാൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇത് തന്നെ വേറെ രണ്ട് രീതിയിൽ കൂടെ ചോദിക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് if a body travels at speeds v1 and v2 at time intervals t1 and t2. അതായത് ഒരു ബോഡി ഏതോ ഒരു ഡിസ്റ്റൻസ് വരെ v1 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അതിനെടുക്കുന്ന ടൈം t1 സെക്കൻഡ്. അടുത്ത ഏതോ ഒരു ഡിസ്റ്റൻസ് വരെ v2 സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അതിനെടുക്കുന്ന ടൈം t2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, t1 ടൈം ഇന്റർവെല്ലിലെ സ്പീഡ് തന്നിട്ടുണ്ട് v1, t2 ടൈം ഇന്റർവെല്ലിലെ സ്പീഡ് തന്നിട്ടുണ്ട് എന്താ? v2. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം, ടോട്ടൽ ടൈം അറിയണം അല്ലേ? ഇവിടെ നോക്കിയ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് വേണം നമുക്ക്. പക്ഷേ ഡിസ്റ്റൻസ് തന്നിട്ടില്ല അല്ലേ? അതിന് നമ്മൾ ഇക്വേഷൻ എന്ത് പഠിച്ചിട്ടുണ്ട്? സ്പീഡ് ഈസ് ഈക്വൽ ടു distance divided by time.
ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ടൈം ഇന്റർവൽ ഇതിന് ഞാൻ പേര് കൊടുക്കുന്നയോ, എ തൊട്ട് ഓ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അപ്പൊ എ തൊട്ട് ഓ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര? സ്പീഡ് ഇൻറ്റു ടൈം v1 t1. ഇനി ഓ തൊട്ട് ബി വരെയുള്ള സ്പീഡ് എങ്ങനെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് വരും? സ്പീഡ് ഇൻറ്റു ടൈം. അതെത്ര? v2 t2 അല്ലേ? അപ്പൊ AO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? AO ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? സ്പീഡ് ഇൻറ്റു ടൈം v1 t1 അല്ലേ? ഇനി OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എത്ര കിട്ടിയേക്കുന്നത്? OB ഈസ് ഈക്വൽ ടു അവിടുത്തെ സ്പീഡ് ഇൻറ്റു ടൈം v2 t2. അങ്ങനെയാണെങ്കിൽ what is the total distance AB? AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തുവാ? AO പ്ലസ് OB അല്ലേ? അതിനെന്ത് ചെയ്താൽ മതി? v1 t1 പ്ലസ് v2 t2. So average speed is equal to total distance. A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 t1 പ്ലസ് എന്താ? v2 t2. v1 t1 പ്ലസ് v2 t2 divided by total time. A തൊട്ട് O വരെ എത്താൻ എടുത്ത സമയം എത്രയാ? ടൈം എത്രയാ? t1. O തൊട്ട് B വരെ എത്താൻ എടുത്ത ടൈം എത്ര? t2. അങ്ങനെയാണ് ടോട്ടൽ ടൈം എത്രയായിരിക്കും? t1 പ്ലസ് t2 അല്ലേ? സോ ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. നമുക്ക് ആവറേജ് സ്പീഡ് എത്ര കിട്ടി? ആവറേജ് സ്പീഡ് ഈസ് v ഈസ് ഈക്വൽ ടു v1 t1 പ്ലസ് v2 t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ തന്നാലാണ്? ആദ്യത്തെ ടൈം ഇന്റർവെല്ലിലെ സ്പീഡും രണ്ടാമതൊരു ടൈം ഇന്റർവെല്ലിലെ സ്പീഡും. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 3 മണിക്കൂറിൽ 60 കിലോമീറ്റർ പെർ സ്പീഡിലാണ് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നത്. അടുത്ത 2 മണിക്കൂറിൽ 80 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതായത് ടൈം ഇന്റർവെല്ലും തന്നു, സ്പീഡും തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം? v1 t1 പ്ലസ് v2 t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. ഇനി if t1 ഈസ് ഈക്വൽ ടു t2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? t1 ഈസ് ഈക്വൽ ടു t2 ഈസ് ഈക്വൽ ടു t. അതായത് t1 t2 ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ ഈ A തൊട്ട് O വരെ എത്താൻ എടുത്ത ടൈം ഇന്റർവെലും O തൊട്ട് B വരെ എത്താൻ എടുക്കുന്ന ടൈം ഇന്റർവെലും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 3 മണിക്കൂറിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ. അടുത്ത 3 മണിക്കൂറിൽ ബോഡി ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ടൈം ഇന്റർവെൽ ഈക്വൽ ആയി. t1 ഈസ് ഈക്വൽ ടു t2 ഈസ് ഈക്വൽ ടു t. അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരും നോക്കിയേ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 t പ്ലസ് v2 t. t1നും t കൊടുത്തു, t2നും t കൊടുത്തു, ഡിവൈഡഡ് ബൈ t പ്ലസ് t. t പ്ലസ് t എത്ര? 2t. t പ്ലസ് t. ഓക്കെ, ന്യൂമറേറ്ററിൽ നിന്ന് t കോമൺ എടുക്കുന്നു. t ഇൻറ്റു v1 പ്ലസ് v2. t പുറത്തെടുത്ത് കഴിഞ്ഞ് ഇവിടെ v1. t എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ട്? v2 ഡിവൈഡഡ് ബൈ 2t. t ക്യാൻസൽ ചെയ്ത് പോയി. സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? v1 plus v2 divided by 2. അല്ലേ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 plus v2 by 2. എപ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ടൈം ഇന്റർവെൽ സെയിം ആണെങ്കിൽ. മനസ്സിലായല്ലോ? t1 t2 ഈക്വൽ ആണെങ്കിൽ അപ്പൊ ആദ്യത്തെ ടൈം ഇന്റർവെല്ലിലെ സ്പീഡ് തരണം, രണ്ടാമത്തെ ടൈം ഇന്റർവെല്ലിലെ സ്പീഡും തരണം. ആ രണ്ട് ടൈം ഇന്റർവെൽസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? v is equal to v1 plus v2 by 2. അതല്ല രണ്ട് ടൈം ഇന്റർവെൽസും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം?
V is equal to V1 T1 plus V2 T2 divided by T1 plus T2. മനസ്സിലായല്ലോ? രണ്ടാമത്തെ കേസ് പഠിക്കാൻ പോവാണ്. സെക്കൻഡ് കേസ്. If a body travels a distance S1 with a speed V1 and S2 with a speed V2, what is the average speed of the particle? അപ്പോൾ നോക്കിയേ, മുമ്പിലത്തേതുമായിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കിയേ. മുമ്പേ എന്തൊക്കെയാ തന്നെ? ടൈം ഇന്റർവെലും തന്നു, സ്പീഡും തന്നു അല്ലേ? ഇവിടുത്തെ ടൈം ഇന്റർവെലും സ്പീഡും തന്നു, എന്നിട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇവിടെ അങ്ങനെയല്ല. ആദ്യത്തെ ഡിസ്റ്റൻസ് S1, അപ്പോൾ സ്പീഡ് എത്ര? V1. രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്ര? S2, അപ്പോൾ ഉള്ള സ്പീഡ് എന്താ? V2. അങ്ങനെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ടോട്ടൽ ഡിസ്റ്റൻസും വേണം, ടോട്ടൽ ടൈമും വേണം അല്ലേ? നോക്കിയേ, A തൊട്ട് O വരെ എത്ര ഡിസ്റ്റൻസ്? S1. O തൊട്ട് B വരെ എത്ര ഡിസ്റ്റൻസ്? S2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? S1 പ്ലസ് S2 അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? S1 പ്ലസ് S2. Then what is total time? Total time ഇതുപോലെ കണ്ടുപിടിക്കണം അല്ലേ? is equal to നമ്മുടെ മുമ്പിലത്തെ ഇക്വേഷനകത്ത് നമുക്ക് ടൈം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ടൈം T is equal to എന്ത് വരും? S by distance divided by speed. ടൈം മേളിൽ പോകുന്നു, സ്പീഡ് താഴെ വരുന്നു. അപ്പൊ നോക്കിയേ, ടൈം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കിവിടെ ടൈം അറിയത്തില്ല അല്ലേ? നമുക്ക് എന്തുമാത്രം അറിയാം? ഡിസ്റ്റൻസ് അറിയാം, സ്പീഡും അറിയാം. ഇവിടെ ഡിസ്റ്റൻസ് അറിയാം, സ്പീഡ് അറിയാം. നമുക്ക് ആ രണ്ട് ടൈം ഇന്റർവെൽ കണ്ടുപിടിക്കണം. ടൈം ഇന്റർവെൽ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടൈം ഇന്റർവെൽ എന്ത് വരും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് S1 ബൈ V1. ഇവിടുത്തെ ടൈം ഇന്റർവെലോ S2 ഡിവൈഡഡ് ബൈ V2. അങ്ങനെയാണ് ടോട്ടലി A തൊട്ട് O വരെ എത്താൻ എടുത്ത സമയമാണ് S1 ബൈ V1. O തൊട്ട് B വരെ എത്താൻ എടുത്ത സമയം എത്ര? S2 ബൈ V2. അങ്ങനെയാണ് ടോട്ടൽ ടൈം എത്രയായിരിക്കും? S1 ബൈ V1 പ്ലസ് S2 ബൈ V2. S1 by V1 plus S2 divided by V2. അല്ലേ? അങ്ങനെയാണ് what is average speed? V is equal to total distance എന്ന് പറയാൻ എന്തെഴുതാം? S1 plus S2 divided by total time എന്ന് പറയാൻ എന്തെഴുതാം? S1 by V1 plus S2 divided by V2. ഇതിനെ വേണേ LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. അതല്ല ഇങ്ങനെ പഠിച്ചാലും മതി. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. മനസ്സിലായോ? ഇനി if S1 ഈസ് ഈക്വൽ ടു S2 ഈസ് ഈക്വൽ ടു S. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസും തന്നാൽ സ്പീഡും തന്നാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഡിസ്റ്റൻസും ഡിഫറെന്റ് ആണ്, സ്പീഡും ഡിഫറെന്റ് ആണ് അല്ലേ? ഇനി മുമ്പേ നമ്മൾ പഠിച്ചു ടൈമും സ്പീഡൂടെ തന്നാലാണ് മുമ്പേ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഏതായിരുന്നു? V is equal to V1 T1 plus V2 T2 divided by T1 plus T2. അതിൽ തന്നെ T1 T2 ഈക്വൽ ആയാൽ എന്ത് എഴുതിയാൽ മതി? V1 plus V2 by 2. ഇവിടെ ഡിസ്റ്റൻസും സ്പീഡൂടെ തന്നാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. ഇനി ഇതിൽ തന്നെ ആ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ അല്ലെ ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ സ്പീഡ് ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഒരു 60 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തെ ഒരു 120 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഒരു 80 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അവർ പറയാണ് ആദ്യത്തെ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഇതും 100 കിലോമീറ്റർ ഇതും 100 കിലോമീറ്റർ, ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആയി. ആദ്യത്തെ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഒരു 80 കിലോമീറ്റർ പെർ അവറും അടുത്ത 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒരു 60 കിലോമീറ്റർ പെർ അവർ.
അപ്പോൾ നോക്കിയാൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയല്ലോ. S1 S2 ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വേഷൻ എന്ത് വരുമോ നോക്കാം. V bar is equal to S1 S2 ഈക്വൽ ആയാൽ നമുക്ക് ഇതെന്ത് എഴുതാം. S plus S divided by S by V1 plus S by V2. ഞാൻ ഇങ്ങോട്ട് അങ്ങ് എഴുതുക. That is equal to S plus S എത്ര 2S. 2S divided by SV2 plus SV1 plus SV1 divided by V1 plus V2. V1 V2 LCM എത്ര V1 V2 അല്ലേ. That is equal to 2S. 2S means 2S by 1. ഇതാണ് ന്യൂമറേറ്റർ. ഇൻറ്റു ഡിനോമിനേറ്ററിനെ തിരിച്ചിടുന്നു. V1 V2 divided by ഇവിടെ നോക്കിയാൽ S കോമൺ ഉണ്ടല്ലേ. S ഇൻറ്റു V1 plus V2. എന്ത് കിട്ടിയെന്ന് നോക്കിയേ. That is average speed is equal to 2V1 V2 divided by V1 plus V2. അപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം. ആവറേജ് സ്പീഡിന് 2V1 V2 divided by V1 plus V2. മനസ്സിലായില്ലേ. രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ 2V1 V2 by V1 plus V2. അതല്ല രണ്ട് ഡിസ്റ്റൻസും ഡിഫറെന്റ് ആണ്, രണ്ട് സ്പീഡും ഡിഫറെന്റ് ആണെങ്കിൽ ഏത് ഇക്വേഷനാ. S1 plus S2 average speed is equal to S1 plus S2 divided by S1 by V1 plus S2 by V2. അടുത്ത നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. A car covers the first half of the distance between two places at a speed of 40 km per hour and the second half at a speed of 60 km per hour. Then what is the average speed of the car? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കിയേ, ഒരു കാറ് ആദ്യത്തെ പകുതി ഡിസ്റ്റൻസ് എത്ര സ്പീഡിലാണ് പോകുന്നത്. 40 km per hour. അടുത്ത ഹാഫ് എത്ര സ്പീഡിലാണ് പോകുന്നത്. 60 km per hour. അപ്പൊ നമുക്ക് ഈ തന്നേക്കുന്ന എന്തൊക്കെയാ. അപ്പൊ നോക്കിയേ, നേരെ പകുതി എന്ന് പറയുമ്പോൾ S1 എന്തിനു തുല്യമായി. S2 തുല്യമായി അല്ലെ. നേരെ പകുതി 40 km per hour സ്പീഡിലും അടുത്ത പകുതി 60 km per hour സ്പീഡിലുമാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. ശരിയല്ലേ. അങ്ങനെയാണ് നോക്കിയേ, ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, സ്പീഡ് മാത്രം വ്യത്യാസം. ഇനി തന്നേക്കുന്ന ഡേറ്റ കൂടെ എഴുതാം. നമുക്ക് V1 എത്ര എഴുതാം. V1 ഈസ് ഈക്വൽ ടു 40 km per hour. ആദ്യത്തെ പകുതി സ്പീഡ്, പകുതി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത സ്പീഡ് 40 km per hour. അടുത്ത പകുതി ട്രാവൽ ചെയ്ത സ്പീഡ് 60 km per hour. ശരിക്കും നമ്മൾ SI സിസ്റ്റത്തിലാക്കിയിട്ടേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ ആവറേജ് സ്പീഡ് ഒക്കെ കണ്ടുപിടിക്കുന്ന കേസിൽ ഈ കിലോമീറ്റർ പെർ അവറിൽ ഇട്ട് തന്നെ അങ്ങ് ചെയ്താലും മതി. ആൻസർ കിലോമീറ്റർ പെർ അവറിൽ കിട്ടുമെന്നേ ഉള്ളൂ. സോ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് എന്തെടുക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താ. S1 S2 ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്. 2V1 V2 divided by V1 plus V2 അല്ലെ. That is equal to average speed is equal to 2 into 40 into V1 into V2. V2 എത്ര 60 divided by V1 plus V2. 60 plus 40 എത്ര 100 അല്ലേ. 4 2s are 8. 8 6 are 48 kilometer per hour. മനസ്സിലായോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം സ്പീഡ്. വാട്ട് ഈസ് യൂണിഫോം സ്പീഡ്? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ if a body travels equal distance in equal intervals of time, this body is said to be moving with
യൂണിഫോം സ്പീഡ്. അതായത് ഒരേ ടൈം ഇന്റർവെല്ലില് ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ, അടുത്ത 1 മണിക്കൂറിലും 40 കിലോമീറ്റർ, അതിൻ്റെ അടുത്ത 1 മണിക്കൂറിലും 40 കിലോമീറ്റർ. അപ്പോൾ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ആ ബോഡി ട്രാവൽ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ the body is said to be moving with uniform speed. If a body covers equal distance in equal intervals of time, it is said to be moving with a uniform speed. മനസ്സിലായല്ലോ? അപ്പോൾ സ്പീഡ് പോർഷൻ കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി. നമുക്ക് അടുത്തത് വെലോസിറ്റി. സ്പീഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വെലോസിറ്റി ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? Velocity is equal to displacement divided by time. Displacement എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ velocity is also a vector quantity. Velocity എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. And what is its unit? അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സ്പീഡിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും നോക്കിയാൽ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്തുവാ? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? And what is its dimension? ഡയമെൻഷൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ T. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തുവാ? L t raised to -1. m ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? m raised to 0 L t raised to -1 അല്ലേ? അപ്പൊ നോക്കിയേ, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഡയമെൻഷൻ ഈസ് m raised to 0 L t raised to -1. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെയും യൂണിറ്റും ഡയമെൻഷനും എന്ത് തന്നെ കിട്ടിയേ? മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദി യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഈസ് m raised to 0 L t raised to -1. That means both have the same unit and same dimensions. Velocity can be negative, പക്ഷെ speed cannot be negative. പക്ഷെ velocity എന്തും ആകാം? നെഗറ്റീവും ആകാം. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചപ്പോൾ ലാസ്റ്റ് ഞാനൊരു പ്രോബ്ലം ചെയ്യിച്ചായിരുന്നു. ഇങ്ങനൊരു കേസിന്റെ പ്രോബ്ലം ചെയ്യിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയില് ഇത് നമ്മൾ ഡിസ്റ്റൻസ് h എടുത്തു ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് h ഡാഷ്, അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബോഡി A എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് B എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തിയപ്പോൾ ഉണ്ടായ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും രണ്ടും കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇവിടുന്ന് ഇവിടെ വരെ h ആണ്, മുകളിൽ വരെ ദൂരെ h ആണെങ്കിൽ ഇത് എന്തായിരിക്കും? h തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ എത്ര ആയിരിക്കും? h ഡാഷ് ആണല്ലോ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ പറഞ്ഞു h പ്ലസ് h ഡാഷ്, അതെത്ര? 2h പ്ലസ് h ഡാഷ് അല്ലേ? പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചപ്പോ ഇവിടുന്ന് ഇവിടെ വരെ എത്രയായിരുന്നു? h. ബോഡി ഇനിഷ്യലി മുകളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോ താഴോട്ടുള്ള ഇത് എന്തെടുത്തു? -h അല്ലേ? ഇനി ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് എന്തെടുക്കണമായിരുന്നു? -h ഡാഷ് അല്ലേ? അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h-ഉം -h-ഉം 0 ആയിപ്പോ ബാക്കി ഡിസ്പ്ലേസ്മെന്റ് എത്ര? -h ഡാഷ്. ഞാൻ അവിടെ h ഡാഷ് എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞത്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? -h ഡാഷ് കേട്ടോ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പീഡിനെ വെലോസിറ്റിയെ കുറിച്ചാണ് അല്ലേ? അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും സ്പീഡിന്റെ യൂണിറ്റും ഡയമെൻഷനും ഈക്വൽ ആണ്. ആൻഡ് വെലോസിറ്റി ക്യാൻ ബി നെഗറ്റീവ്. വെലോസിറ്റി എന്തും ആകാം? നെഗറ്റീവും ആകാം അല്ലേ? ഇനിയും what is യൂണിഫോം വെലോസിറ്റി? അടുത്തത് യൂണിഫോം വെലോസിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂണിഫോം വെലോസിറ്റി. ഇപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു what is യൂണിഫോം സ്പീഡ്? If a body travels equal distance in equal intervals of time,
it is said to be moving with uniform speed. അങ്ങനെയാണെങ്കിൽ what is uniform velocity? If a body undergoes equal displacements in equal intervals of time. മറ്റേത് equal distance in equal intervals of time. ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്താ? If a body undergoes equal displacements in equal intervals of time, it is said to be moving with a uniform velocity. മനസ്സിലായോ? If a body undergoes equal displacements in equal intervals of time, it is said to be moving with a uniform velocity. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് സ്പീഡ് എന്താണെന്നാ പറഞ്ഞത്? ഇറ്റ് ഈസ് റേഷ്യോ total distance traveled by an object to the total time taken. What is average velocity? It is the ratio of total displacement to the total time taken. So average velocity is equal to average velocity എന്ന് പറയാൻ നമുക്ക് എന്ത് എഴുതാം? Total displacement divided by total time. അല്ലേ? അപ്പൊ നോക്കിയേ, ഒരു ബോഡി, ഒരു പാർട്ടിക്കുലർ, this is the origin, O is the origin, and let a particle is at A at time t1 second, and it is at B at t2 second. ഒരു പാർട്ടിക്കുലർ എന്ന് പറഞ്ഞ പോയിന്റിലാണ് എത്ര സെക്കൻഡില്? t1 സെക്കൻഡിലും B എന്ന് പറയുന്ന പോയിന്റിലെത്തി എത്ര സെക്കൻഡില്? t2 സെക്കൻഡില്. A എന്ന് പറഞ്ഞ പൊസിഷൻ ഒറിജിനിൽ നിന്ന് x1 ഡിസ്റ്റൻസ് മാറിയാണെന്ന് വിചാരിക്കാം. B എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് x2 ഡിസ്റ്റൻസ് മാറിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ what is the average velocity? Average velocity is equal to total displacement divided by total time അല്ലേ? ബോഡി ആദ്യം എവിടെ ആയിരുന്നേ? എയില്. ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ബിയില്. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ ഏതാ? ബി. ഇനിഷ്യൽ പൊസിഷൻ ഏതാ? എ. അങ്ങനെയാണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഇവിടെ വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് x2. ഒറിജിനിൽ നിന്ന് എ വരെ എത്ര? x1. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നല്ലേ ഈ എ ബി എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x2 മൈനസ് x1 അല്ലേ? x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതായത് ഇവിടെ t2 എന്ന് പറഞ്ഞ ടൈം ഇന്റർവെല്ലിലാണ് ബിയിലെത്തിയത്. t1 എന്ന് പറഞ്ഞ ടൈം ഇന്റർവെൽ കൊണ്ട് എവിടെ എത്തി? എയില്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിൽ എത്താൻ എടുത്ത ടൈം നമുക്ക് എത്ര എടുക്കാം? t2 മൈനസ് t1. So average velocity is equal to x2 minus x1 divided by t2 minus t1, or it can be written as this is equal to delta x divided by delta t. Average velocity V is equal to x2 minus x1 divided by t2 minus t1. The x2 minus x1 can be written as delta x and t2 minus t1 is delta t. Then average velocity is delta x by delta t. Okay. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് instantaneous velocity. Instantaneous velocity. Instantaneous velocity എന്ന് പറഞ്ഞാൽ the velocity of a particle at any instant of its motion. ഒരു particular ടൈമിൽ ഒരു ബോഡി എത്ര വെലോസിറ്റിയിലാണോ ട്രാവൽ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. മനസ്സിലായോ? The velocity of a particle at any instant of its motion is called the instantaneous velocity. Instantaneous velocity is equal to instantaneous velocity
is equal to നമ്മളിപ്പോൾ പറഞ്ഞ ആവറേജ് വെലോസിറ്റി എന്താ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതില് ഈ ടൈം ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണെങ്കിൽ, അതായത് ആ ടൈം ഇന്റർവൽ, ആ രണ്ട് പൊസിഷൻ ഇടയ്ക്കുള്ള ടൈം ഇന്റർവൽ നിയർലി 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി ആണ് എന്ത് പേര് വിളിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് delta t tends to 0 delta x divided by delta t, or it can be written as this is equal to dx divided by dt. Instantaneous velocity is equal to dx by dt. മനസ്സിലായോ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? dx by dt അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ t tends to 0 delta x by delta t. ഓക്കെ, ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, നമ്മളിപ്പോ സ്പീഡും വെലോസിറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ വരിക, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് പോയിന്റ് എന്താ? സ്പീഡ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്, ബട്ട് വെലോസിറ്റി ഈസ് ദി ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? രണ്ടാമത്തെ പോയിന്റ്, സ്പീഡ് is a scalar quantity but velocity is a vector quantity. Third point, speed both have same unit and same dimension. അല്ലേ? രണ്ടിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? m raised to 0 l t raised to -1. And fourth point is speed is always positive but cannot be negative. Velocity can be negative. Velocity എന്തും വരാം, നെഗറ്റീവും വരാം. മനസ്സിലായില്ലേ? And the last point is, നമ്മൾ പഠിച്ചായിരുന്നു distance is always larger than or equal to displacement പഠിച്ചു അല്ലേ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് പറയാം? Speed is always larger than or equal to velocity. ഒന്നുകിൽ സ്പീഡ് ഈക്വൽ ആകാം വെലോസിറ്റിക്ക്. എപ്പോഴാണ് സ്പീഡ് ഈക്വൽ ആകുന്ന വെലോസിറ്റിക്ക്? If a body is moving along a straight line. അല്ലേ? അപ്പോൾ ഒന്നുകിൽ ഈക്വൽ ആകാം or it is always greater than velocity. Greater velocity യെക്കാളും വലുതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ സ്പീഡ് ആൻഡ് വെലോസിറ്റി.